ഞങ്ങളിപ്പോൾ ഉള്ളത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. അള്ളാഹുവിൻ്റെ അതിരുകളില്ലാത്ത റഹ്മത്തും അനുഗ്രഹവും തേടി പ്രിയപ്പെട്ടവർക്കൊപ്പം ഒരു യാത്ര. ചരിത്രമുറങ്ങുന്ന പുണ്യഭൂമികളിലേക്ക് ഏർവാടിയും മുത്തുപ്പേട്ടയും നാഗൂരിൻ്റെയും ആത്മീയ സാന്നിധ്യം തേടിയുള്ള ഞങ്ങളുടെ ഈ തീർത്ഥാടന യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിലെ പ്രാർത്ഥനകളുമായി പടച്ചവൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യമാക്കി തുടങ്ങുന്ന ഈ യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. യാത്രകൾ വെറും കാഴ്ചകളല്ല, അതൊരു തിരിച്ചറിവാണ്. വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഊഷ്മളമായ ഓർമ്മകൾ തേടി പ്രിയപ്പെട്ടവർക്കൊപ്പം ഒരു യാത്ര. ചരിത്രവും വിശ്വാസവും ഇഴചേർന്ന ഏർവാടി, മുത്തുപ്പേട്ട, നാഗൂർ ദർഗകളിലേക്കുള്ള ഞങ്ങളുടെ ഈ വിശുദ്ധ യാത്രയുടെ ദൃശ്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണിവിടെ. വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ കുളിർമയേകുന്ന ഈ പുണ്യഭൂമികളിലെ വിശേഷങ്ങളിലേക്ക് ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു കുടുംബത്തോടൊപ്പം ഈ തീർത്ഥാടന യാത്ര. പടച്ചവൻ്റെ അനുഗ്രഹത്താൽ ആ പുണ്യ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ വലിയൊരു നിർവൃത്തിയുണ്ട്. ആത്മീയതയുടെയും സമാധാനത്തിൻ്റെയും ആ അനുഭവങ്ങൾ നിങ്ങളിലേക്കും എത്തിക്കുകയാണ് ഏർവാടി, മുത്തുപ്പേട്ട, നാഗൂർ ദർഗ സന്ദർശനത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങളിലൂടെ. കാസർഗോഡിൻ്റെ പച്ചപ്പും കടലോരവും കടന്ന് ദൂരങ്ങളിലൂടെയുള്ള ഒരു ട്രെയിൻ യാത്ര അവസാനിക്കാറാവുന്നു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മനസ്സ് നിറയെ പുണ്യസ്ഥലത്തേക്ക് എത്തുന്നതിൻ്റെ ആവേശമാണ്. രാമനാഥപുരം സ്റ്റേഷനിലേക്ക് ട്രെയിൻ പാഞ്ഞെടുക്കുമ്പോൾ ആ പുണ്യഭൂമിയുടെ ഗന്ധം വായുവിൽ അലിഞ്ഞു ചേരുന്നത് പോലെ. അങ്ങനെ ഞങ്ങളോടൊപ്പം അവസാനം ഒരു വലിയ രാമനാഥപുരം സ്റ്റേഷനുകൾ അടുക്കുകയാണ്. അവിടെ നിന്ന് ഏർവാടി പോകാനായിട്ടുള്ള ബസ് കാത്തിരിപ്പിലാണ്. രാമനാഥപുരത്തിൽ നിന്ന് യാത്ര തുടർന്ന് ഞങ്ങൾ ഏർവാടിയുടെ മണ്ണിലേക്ക് അടുക്കുകയാണ്. ബസ് ഇറങ്ങിയ ആ ചെറിയ ഇടത്തിൽ നിന്ന് ഇനി യാത്ര ഓട്ടോറിക്ഷയിലാണ്. പ്രിയപ്പെട്ടവരോടൊപ്പം ഒരു ഓട്ടോയിൽ ഏർവാടിയുടെ ആത്മീയതയിലേക്ക്. തണൽ വീശുന്ന വഴികളിലൂടെ പുണ്യത്തിൻ്റെ സുഗന്ധം പേരുന്ന ആ മണ്ണിലേക്ക് ഞങ്ങൾ മെല്ലെ മെല്ലെ നീങ്ങുകയാണ്. മനസ്സ് നിറയെ പ്രാർത്ഥനകളുമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം തേടിയുള്ള ആ യാത്രയുടെ ഓരോ നിമിഷവും ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ഏർവാടിയുടെ മണ്ണിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഇനി ദർഗയിലേക്കുള്ള ആ ചെറിയ നടത്തം കാലുകൾക്ക് അല്പം വേഗതയേറിയതുപോലെ. ഹൃദയത്തിൽ വലിയൊരു ആശ്വാസവും പുണ്യപുരുഷൻ്റെ സാമീപ്യം തേടിയുള്ള ആ നടത്തിപ്പിന് ഒരു പ്രത്യേക ശാന്തതയുണ്ട്. പടച്ചവൻ്റെ അനുഗ്രഹം തേടി സമാധാനം തിരഞ്ഞ് ഞങ്ങൾ അതാ ദർഗയുടെ കവാടത്തിലേക്ക് നടന്നെടുക്കുന്നു. ഇത്രയും നാൾ കേട്ടറിഞ്ഞതും സ്വപ്നം കണ്ടതുമായ ആ പുണ്യഭൂമി അതാ നമ്മുടെ മുന്നിൽ. ദർഗ നേരിൽ കണ്ട നിമിഷം വല്ലാത്തൊരു അനുഭൂതിയാണ്. വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്ത ആത്മശാന്തി. ഈ മണ്ണിൽ കാലുകുത്തിയപ്പോൾ മനസ്സ് വല്ലാതെ ശാന്തമായതുപോലെ. ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാം അള്ളാഹുവിങ്കൽ സമർപ്പിച്ചുകൊണ്ട് ആ പുണ്യ കവാടത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.